നിസ്കാരത്തിന് ശേഷമുള്ള ദുആഇന് പ്രാതിനിധ്യം കൽപ്പിക്കാതെ ചാടി ഇറങ്ങി ഓടുന്ന തലമുറയായി ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങളിൽ മുഴുകി ജീവിക്കുന്നവരായി നമ്മളും നമ്മുടെ മക്കളും മാറി. ആണോ അല്ലയോ? അതുകൊണ്ട് അതിൻ്റെതായ വിപത്തും വന്നു. ജീവിതത്തിൽ ബറക്കത്തില്ല, ഐശ്വര്യമില്ല, ഒന്നിനും മതിയാകുന്നില്ല സമ്പത്ത്. മുമ്പ് കാലത്ത് പോലെയുള്ള ഒരു വരുമാനം കോവിഡിന് ശേഷമുള്ള ഘട്ടങ്ങളിൽ, ജീവിതഘട്ടങ്ങളിൽ നമുക്ക് ലഭിക്കുന്നില്ല. ഒരു റാഹത്ത് നമുക്കില്ല. നമ്മളെപ്പോഴും പറയും മനസ്സിനൊരു സന്തോഷമില്ല. എന്താ കാരണം? നിസ്കാരത്തിന് ശേഷമില്ല, ദുആ ഇല്ല, ഇജാബത്തുള്ള പ്രാർത്ഥനയല്ലേ. ഏറ്റവും അള്ളാഹു കേൾക്കുന്ന ഇജാബത്തുള്ള പ്രാർത്ഥന ഏതാണ്? നബിതങ്ങളോട് ചോദിച്ചപ്പോൾ നബിതങ്ങൾ പറഞ്ഞത് 3 സമയങ്ങളിലുള്ള പ്രാർത്ഥന അള്ളാഹു ഉത്തരം നൽകും. ഒന്ന് ബഅദ സ്വലാത്തിൽ മഫ്റൂദ, ഫർളാക്കപ്പെട്ട നമസ്കാരങ്ങൾക്ക് ശേഷമുള്ളതാകുന്ന പ്രാർത്ഥന, മുസൽമാന്റെ ദുആ. സഹോദരിമാരെ, നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കും, ദുആഇന് ഇജാബത്തുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന, ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ളത് ഇജാബത്തുണ്ടെന്ന് പഠിപ്പിച്ചത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.